പരിചയപ്പെടുത്തുന്നത്. സമസ്ത പാദവാർഷിക പരീക്ഷ 7ാം ക്ലാസ് ഫിഖ് പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, എത്ര പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കണം എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റായ നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിഷയത്തെ ഉൾപ്പെടുത്തിയിട്ട് മറ്റൊരു നല്ല വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ കാണുന്നത് പരീക്ഷ വളരെ എളുപ്പത്തിലാക്കാൻ കാരണമാകും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിച്ച് ഉത്തരം പറയാം. ഒന്നാമത്തെ ചോദ്യം, ഇഖ്തരി സഹീഹ മിനൽ കൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്തെഴുതാനാണ്. 4 ചോദ്യങ്ങൾ അതിൽ വരുന്നുണ്ട്. 3 ഓപ്ഷനുകളാണുള്ളത്. ഇതുപോലത്തെ ഓപ്ഷനുകൾ വരുമ്പോൾ വേഗം തന്നെ അങ്ങ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 2 തെറ്റിപ്പോവും. അതുകൊണ്ട് ആലോചിച്ച് ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ എഴുതാവൂ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇമാദുദ്ദീൻ, ദീനിൻ്റെ നെടും തൂണാണ് ഏത്? നിസ്കാരം. അപ്പോൾ നമ്മുടെ വീട്, നമ്മുടെ പള്ളി ഇതൊക്കെ നിൽക്കുന്നത് നെടും തൂണായ തൂണുകളുള്ളത് കൊണ്ടാണ്. തൂണില്ലാതിരുന്നാൽ അത് വീട് നശിച്ചു പോകും. അതേപോലെ തന്നെയാണ് നിസ്കാരമില്ലാതെ മുസ്ലിം വെറുതെ ഒരു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിസ്കാരത്തെ ഇമ്പോർട്ടൻ്റായി കാണുക, എല്ലാ നേരവും നിസ്കരിക്കുക, നല്ല മക്കളാവുക. ഇനി രണ്ടാമത്തത് സലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരം 4 റക്അത്തിൻ, 4 റക്അത്താണ്. പിന്നെ അതിലുള്ളത് 3 ഉണ്ട്, 8 ഉണ്ട്, അത് രണ്ടുമല്ല 4 ആണ്. ഇനി അൽ മുസ്തഹിഖൂൻ അലി സക്കാത്തി, സക്കാത്തിൻ്റെ അവകാശികൾ 7 സമാനിയത്തുൻ 8 തിസത്തുൻ 9, 8ആണ് നമുക്കറിയാം. നാലാമത്തത് മൻ ഇൻദഹു 10 ബക്രാത്തിൻ, ഒരാളടുത്ത് 10 ആടുണ്ട്. ഫഖദുർ സക്കാത്തി, അപ്പോൾ അവൻ എത്ര സക്കാത്ത് കൊടുക്കണം? അപ്പോൾ അതിനോട് ചോദിച്ചതാണ് ലാ സക്കാത്ത് ഫിഹി, 10 എണ്ണത്തിൽ എന്തില്ല? സക്കാത്ത് ഇല്ല. അതാണ് അതിൻ്റെ ഉത്തരം. ഇനി രണ്ടാമത്തത് നെസിലു, യോജിച്ചത് തിരഞ്ഞെടുക്കാൻ. 7 പ്രധാന ചോദ്യങ്ങളുണ്ട്, എളുപ്പമാണ്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. മൻ യുജാഹിദു ലില്ലാഹി മുതവ്വിയൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നവൻ. വലോ ഗനിയൻ, അവന് കഴിവുള്ളവനാണ്, സമ്പത്തുള്ളവനാണെങ്കിലും അവന് സക്കാത്ത് കൊടുക്കണം. അവന് ഏത് വകുപ്പിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്? ഫീ സബീലില്ലാഹി എന്ന വകുപ്പിലാണ് നമ്മൾ അവനെ സക്കാത്തിൻ്റെ അവകാശിയായി കാണുന്നത്. ഇനി രണ്ടാമത്തത് ഹിയ തത്ഹീറു വന്നമാവു, ശുദ്ധീകരണവും വളർച്ചയുമാണ് എന്ത്? സക്കാത്ത്. അപ്പോൾ അത് ശുദ്ധീകരണവും നമ്മുടെ സമ്പത്തിനുള്ള വളർച്ചയുമാണ്. മൂന്നാമത്തത് അവ്വലുമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അടിമയെ അള്ളാഹു ആദ്യം വിചാരണ ചെയ്യുന്നത് എന്തിനെ തൊട്ടാണ്? അസ്വലാത്തു, അവൻ്റെ നിസ്കാരത്തെ തൊട്ട്. അതിനെക്കുറിച്ചായിരിക്കും ചോദിക്കുക, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തത് ജാഹിദു വുജൂബി സ്വലാത്തെ, നിസ്കാരത്തിലെ നിർബന്ധത്തിനെ എതിർക്കുന്നവൻ, നിഷേധിക്കുന്നവൻ. നിസ്കാരം നിർബന്ധമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് അതിനെ നിഷേധിക്കുന്നയാൾ കാഫിറുൻ, അവിശ്വാസിയാണ്. അവന് വിശ്വാസത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ല, മുസ്ലിമല്ല, കാഫിറാണ്. അഞ്ചാമത്തത് തെർക്കു തഹിയത്തി ബിലാ ഉദ്രിൻ, പള്ളിക്കുള്ള ആശംസയാണ് തഹിയത്ത് നിസ്കാരം. ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ ആശംസ അറിയിക്കുന്നു, നിങ്ങൾ കമൻറ്റിലൂടെ ആശംസ അറിയിക്കുന്നു. പള്ളിക്ക് പോകുമ്പോൾ പള്ളിക്കൊരാശംസയാണ് തഹിയത്ത്, അത് ഒഴിവാക്കൽ, കാരണം കൂടാതെ ഒഴിവാക്കൽ കറാഹത്താണ്. ഇനി തഹീറു ഇഹ്റാജി സക്കാത്തി ബിദൂനി ഉദ്രിൻ, ഒരു കാരണവും ഇല്ലാതെ സക്കാത്തിനെ പിന്തിപ്പിക്കൽ ഹറാമാണ്, ചെയ്യാൻ പാടില്ല. ഏഴാമത്തത് ശുരിഅ ലിയുക്കമ്മില നഖ്സൽ ഫറാഇലി, ഫറള് നിസ്കാരങ്ങളിൽ വരുന്ന പോരായ്മകളെ പരിഗണിക്കാൻ വേണ്ടി ഇസ്ലാം ആക്കിയതാണ് എന്ത്? സ്വലാത്തുൻ നഫിൽ, സുന്നത്ത് നിസ്കരിച്ചോളീ എന്ന്. സുന്നത്ത് നിസ്കരിച്ചാൽ നിങ്ങളെ ഫറളിൽ പോരായ്മകളൊക്കെ ഉണ്ടാവും, മറവി സംഭവിച്ചിട്ട് വന്ന കുഴപ്പങ്ങളുണ്ടാവും, അതൊക്കെ അതോടുകൂടെ പരിഹരിക്കപ്പെടും. അതിനാണ് സുന്നത്ത് നിസ്കരിക്കാൻ പറയുന്നത്. ഇനി തമ്മീം പൂർത്തിയാക്കാനാണ്. സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് ചോദിക്കപ്പെട്ടു അയ്യുൽ അഅമാലി അഹബ്ബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ഏതൊക്കെയാണ്? പ്രവൃത്തി ഏതാണ്? കാല അസ്വലാത്തു അലാ വഖ്തിഹ, സമയാനുസൃതമായി നിസ്കരിക്കുക, നേരത്തെ നിസ്കരിക്കുക എന്ന് പച്ച മലയാളത്തിൽ പറയും. നേരത്തിന് നിസ്കരിക്കലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തത് സക്കാത്തുൽ ഫിത്രി തുസമ്മ, ഫിത്ർ സക്കാത്തിന് വേറൊരു പേരില്ലേ, ഏതാണത്? തുസമ്മ സക്കാത്തുൽ ബദൻ എന്ന് പറയും, സക്കാത്തുൽ ബദൻ എന്ന് പേരുണ്ട്. തഹിയത്തു ദാഖിലി ഫിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നയാളുടെ ആശംസ എന്താണ്? അത് ഹിയ തവാഫു ബിൽ കഅബ, കഅബക്ക് തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. പള്ളിയിൽ മറ്റ് സാധാ പള്ളി കയറുമ്പോൾ 2 റക്അത്ത് തഹിയത്തിന് നിസ്കരിക്കുക, നേരെ മറിച്ചത് മക്കത്തെ പള്ളിയിലാണെങ്കിൽ തവാഫ് ചെയ്യുക, കഅബയെ തവാഫ് ചെയ്യുക എന്നതാണ്. ഇനി അടുത്തത് അജിബ്, ഉത്തരം എഴുതാനാണ്. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അതിലൊന്ന്
കൈഫ നുസല്ലി ഫി ഹാലത്തി ഷിദ്ദത്തിൽ ഖൗഫി, പേടി സ്ട്രോങ് ആയി നല്ലോണം പേടിച്ചിരിക്കുന്ന സമയമാണ്. ആ ഒരു സമയത്തുള്ള നിസ്കാരം എങ്ങനെയാണ്? യുസല്ലി അലാ ഹസബി ഇസ്തിതാഅത്തിഹി, അവനിക്ക് കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കുക എന്നതാണ്. അപ്പോൾ അത് അറബിയിൽ എഴുതി, നിങ്ങൾക്ക് അറബി മലയാളത്തിലും എഴുതാം. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? അവനിക്ക് ഏതാണോ കഴിയുന്നത് ആ രൂപത്തിൽ നിസ്കരിക്കുക. ഇനി വക്തു സ്വലാത്തി ലുഹ മാഹുവ, ലുഹ നിസ്കാരത്തിൻ്റെ സമയം അറിയാലോ, സൂര്യൻ ഉദിച്ചു ചേർന്ന് അത് നീങ്ങുന്നത് വരെയാണ് ലുഹ നമസ്കാരത്തിൻ്റെ സമയം. മൂന്നാമത്തത് മാതാ നക്റഉ ഫി റകഅത്തൈ സ്വലാത്തിൽ ഇസ്തിഖാറത്തി, ഖൈറിനെ തേടിയുള്ള ഇസ്തിഖാറത്തിൻ്റെ നിസ്കാരത്തിൽ ഏത് സൂറത്താണ് ഓതേണ്ടത്? ഒന്നാം റകഅത്തിൽ കുല്യായുൽ കാഫിറൂൻ, അതാണ് കാഫിറൂൻ, സൂറത്തുൽ കാഫിറൂൻ. രണ്ടാം റകഅത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ചുരുക്കി എഴുതി കൊടുത്താണ് സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇനി അടുത്ത് നാലാമത്തത് മാ ഹുവ നിസാബുലി സക്കാത്തിൽ ഫില്ല, വെള്ളിയിൽ സക്കാത്തിൻ്റെ കണക്ക് എത്രയാണ്? വെള്ളി, സ്വർണ്ണമല്ല കേട്ടോ, വെള്ളി 595 ഗ്രാം. ഇനി അഞ്ചാമത്തത് സക്കാത്ത് നൗആനി, സക്കാത്ത് 2 ഇനമുണ്ട്. മാഹുമ, ഏതൊക്കെയാണത്? സക്കാത്തുൽ ബദൻ, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ഫിത്ർ സക്കാത്തുണ്ട്. സക്കാത്തുൽ മാൽ, നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട സക്കാത്തുൽ മാലുമുണ്ട്. ഇനി ഉക്തുബ് ഇസ്നൈനി, 2 എണ്ണം എഴുതാനാണ്. 2 എണ്ണമല്ല എഴുതി കൊടുത്തിട്ടുള്ളത്, സ്ഥലത്തിനനുസരിച്ചൊക്കെ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഷുറൂത്തുൽ മുസ്തഹിക്കീൻ അലി സക്കാത്തി, ഈ സക്കാത്തിൻ്റെ പണം വാങ്ങുന്ന, അപ്പോൾ നിങ്ങൾ എനിക്ക് സക്കാത്ത് തരാണെങ്കിൽ എനിക്കുള്ള നിബന്ധന എന്തൊക്കെയാണ്? ഞാൻ മുസ്ലിം ആകണം, ഞാൻ സ്വതന്ത്രനാവണം, അഥവാ അടിമയാവാൻ പറ്റില്ല. പിന്നെ ഹാഷിമിയോ കുടുംബത്തിലോ മുത്തലിബി കുടുംബത്തിലോ ഉൾപ്പെടരുത്, ഞാൻ തങ്ങളാവാൻ പാടില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇത് സക്കാത്ത് വാങ്ങുന്ന ആൾക്കുള്ള നിബന്ധനയാണ്. ഇനി രണ്ടാമത്തത് അൽ അംവാലുല്ലത്തി തെജിബു ഫിഹ സക്കാത്തു, ഏതൊക്കെ ഐറ്റമിലാണ് സക്കാത്ത് നിർബന്ധമായി വരുന്നത്? 8 ഇനങ്ങൾ നമ്മൾ എണ്ണിയിട്ടുണ്ട്. ആ 8 ഇനങ്ങളും പഠിച്ചു വെക്കുക. ചുരുക്കിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വർണം, അതുപോലെ തന്നെ സ്വർണ്ണ മൂല്യമുള്ളത്, ഫില്ലത്ത് അതിനോട് മൂല്യമുള്ളത്, പിന്നെ ഓനമ് ആടാണ്, ബക്കർ പശു, ഇബിൽ ഒട്ടകം, അംവാലു തിജാറ കച്ചവടത്തിൻ്റെ സമ്പത്ത് മുതലുകൾ, സിമാർ പഴങ്ങൾ, ഈത്തപ്പഴം, മുന്തിരിയാ വരുന്നത്, കൂത്ത് ധാന്യങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള അരി പോലത്തെ ധാന്യങ്ങൾ. അപ്പോൾ ഈ ഐറ്റംസിലാണ് സക്കാത്ത് നിർബന്ധമായിട്ട് വരുന്നത്. അതിൽ നിന്ന് 2 എണ്ണം എഴുതാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്നിരുന്നാലും മുഴുവനും പഠിച്ചു വെച്ചാൽ ഒരു പക്ഷേ മറ്റേതെങ്കിലും രൂപത്തിൽ ചോദ്യം വന്നാൽ പേടിക്കേണ്ട ആവശ്യം ഇല്ല. മൂന്നാമത്തത് അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഔസാനി ഖലീലി ബി സലാസ, നബിതങ്ങൾ എന്നോട് 3 കാര്യം കൊണ്ട് വസിയത്ത് ചെയ്തു. അതിൽ നിന്ന് 2 എണ്ണം എഴുതിയാൽ മതി, 3 അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോക്കുക, 2 റക്അത്ത് ളുഹ നിസ്കരിക്കുക, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കുക. ഇതാണ് നബിതങ്ങൾ എന്നോട് വസിയത്ത് ചെയ്ത 3 കാര്യങ്ങൾ. ശ്രദ്ധിക്കുക. അതിൻ്റെ ഹദീസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വ്യക്തമാക്കുക എന്നുള്ളതിലെ പ്രധാന ചോദ്യമാണ്. അതിൽ ഫക്കീർ വരുന്നുണ്ട്, അതുപോലെ തന്നെ മിസ്കീൻ, മറ്റുള്ളതൊക്കെ നിങ്ങൾ അതിൻ്റെ താരീഫ്, ഇതിൻ്റെ ഡെഫിനിഷനുകൾ പഠിച്ചു വെക്കുക. ഫക്കീറിൻ്റെ അറബിയാണ്, സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതി കൊടുത്തിട്ടുള്ളത്. മൻ ലൈസ ലഹു മാലുൻ വലാ കസ്ബുൻ, സമ്പത്തുമില്ല ജോലിയില്ല, എങ്ങനെ ലായിക്കുൻ അവനോട് യോജിച്ചേക്ക്, ഫീഹിലി ഹാജത്തിഹി അവൻ്റെ ആവശ്യത്തിനും, വലി ഹാജത്തി മമൂനിഹി അവൻ്റെ കുടുംബക്കാരുടെയും അവൻ്റെയും ആവശ്യത്തിന് മതിയാകുന്ന അവനോട് യോജിച്ച ജോലിയും കൂലിയും ഇല്ലാത്ത ആളാണ് ഫക്കീർ. അത്രയേ ഉള്ളൂ. 2 കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? ലാഭത്തിന് വേണ്ടി സ്വത്ത് വാങ്ങുക, വിൽക്കുക എന്നിങ്ങനെ മാറ്റിമറിക്കുന്നതിനാണ് തിജാറത്ത് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ, ഇപ്പോൾ തന്നെ പഠിച്ചോളൂ. ഇനി മൂന്നാമത്തത് മാതാ യക്കൂലു മല്ലം യസ്തത്തിയ സ്വലാത്ത് തഹിയ, പള്ളിക്ക് ആശംസാ നിസ്കാരമായ തഹിയത്ത് നിസ്കരിക്കാൻ കഴിയാത്തവൻ എന്താ ചെയ്യേണ്ടത്? അവൻ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ പള്ളിയിൽ കയറിയിട്ട് പറയുക. ഇനി അടുത്തത് നുക്കമ്മിലുൽ ഫറ, ആ പട്ടിക പൂർത്തിയാക്കാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1-2 തവണ കേട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചോളൂ, ഇത് വരാൻ സാധ്യതയുണ്ട്. സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആ കൊടുക്കേണ്ട കണക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാലിൽ ദഹബ് സ്വർണം 85 ഗ്രാമാണ്. അതിൻ്റെ റുബൂൽ ഉഷർ 10-1 4-1 കൊടുക്കേണ്ടത്, റുബൂൽ ഉഷർ. പിന്നെ ഫില്ലത്ത് വെള്ളിയാണ് 595 ഗ്രാം ഇറാമൻ, അതും റുബൂൽ ഉഷറാണ് 10-1 4-1. പിന്നെ അൽ ഓനം ആട് വരുമ്പോൾ 40 ഷാത്തുൻ, 40 ആടുണ്ടെങ്കിൽ ഷാത്തുൻ വാഹിദുൻ, 1 ആട് കൊടുത്താൽ മതി. പിന്നെ ഒട്ടകമാണെങ്കിൽ 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഷാത്തുൻ വാഹിദുൻ, 1 ആട് കൊടുത്താൽ മതി. 5 ഒട്ടകം ഉണ്ടെങ്കിൽ 1 ആട് കൊടുക്കുക. അപ്പോൾ റുബൂൽ ഉഷർ എന്നും
ഷാത്തുൻ വാഹിദും എന്നുള്ളത് അതിൻ്റെ ആ പ്രയോഗം കൂടെ പഠിച്ചു വെക്കുക. പിന്നെ നിസാബ് എത്ര കണക്കുണ്ടെങ്കിലാണ് കൊടുക്കേണ്ടത്, ഏതിലാണ് കൊടുക്കേണ്ടത് അതും പഠിച്ചു വെക്കുക. നുക്തുൽ മാന അർത്ഥം എഴുതാനാണ് എളുപ്പമുള്ളതാണ്. രിബ്ഹ് ലാഭം, ദഹബ് സ്വർണം, പിന്നെ ജസദ് ശരീരം, നിസിയാൻ മറവി. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ചോദ്യം വരുന്ന രൂപം കൃത്യമായി മനസ്സിലായി. ഇനി നമുക്ക് 6 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത്. നന്നായി പഠിക്കുക. ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, സക്കാത്തിൻ്റെ അവകാശികൾ, കൊടുക്കേണ്ട കണക്ക്, ഇതൊക്കെ കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക. ഒരു പേടിയും പേടിക്കേണ്ട. ഇൻഷാ അല്ലാഹ് നാളത്തെ പരീക്ഷ എല്ലാവർക്കും എളുപ്പമായിരിക്കും. എല്ലാവർക്കും മുഴുവൻ മാർക്കും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ ഇതുപോലത്തെ നല്ല വീഡിയോകൾ ഇനിയും ചെയ്യണം. സപ്പോർട്ടായ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. ലൈക്ക് ചെയ്യാൻ മറന്നവർ ഒരു ലൈക്ക് കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.